നമസ്കാരം. കേരളത്തിന്റെ വികസന തുടർച്ചകൾ അടുത്തറിയാൻ കേരള വിഷൻ ന്യൂസ് 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ്. വികസന തുടർച്ച എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിലൂടെയും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മണ്ഡലത്തിലൂടെയും നമുക്കൊന്ന് യാത്ര ചെയ്യാം. വികസന തുടർച്ച ആദ്യം യാത്ര ചെയ്യുന്നത് സഹ്യന്റെ മടിത്തട്ടിൽ വാമനപുരം നദിയുടെ അനുഗ്രഹീതമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാമനപുരം നിയോജക മണ്ഡലത്തിലൂടെയാണ്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിലും കാർഷിക രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വാമനപുരം ഒരു കാലത്ത് വികസനം എത്തിനോക്കാത്ത ഒരിടമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി ഈ ചിത്രം മാറിയിരിക്കുകയാണ്. വാമനപുരം വികസനത്തിന്റെ പുതുയുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ വികസന മുന്നേറ്റം നടത്തി വാമനപുരം നിയോജക മണ്ഡലം ആരോഗ്യ രംഗത്തും പൊതുഗതാഗത മേഖലയിലും സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. മത്സ്യബന്ധന മേഖലയിലെ വികസന പ്രവർത്തനങ്ങളും കുടിവെള്ളക്ഷാമം പരിഹരിച്ചതും എടുത്തു പറയേണ്ട പദ്ധതികളാണ്. ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ പദ്ധതിയാണ് കിബി പദ്ധതി. നമ്മുടെ രാജ്യത്തിനാകെ തന്നെ മാതൃകയായിക്കൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഏത് പ്രദേശം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ കിബി പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ റോഡുകളും പാലങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിലെടുത്തു പറയത്തക്ക ഒരു കാര്യം, മലയോര മേഖല ഉൾപ്പെടുന്ന വാമനപുരം മണ്ഡലം കഴിഞ്ഞ 10 കൊല്ലത്തെ LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് വലിയ കുതിച്ചുചാട്ടമാണ് പ്രിയപ്പെട്ട നമ്മുടെ MLA DK മുരളിയുടെ ഇടപെടൽ കൊണ്ട് സംസ്ഥാന സർക്കാർ കിബി പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഏകദേശം എന്ന് പറയാൻ കൃത്യമായി കണക്കുണ്ട്, 443.97 കോടി രൂപയുടെ കിബി പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നത്. അതോടൊപ്പം തന്നെ കുറേ പദ്ധതികളുടെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. മലയോര ഹൈവേ 25 കിലോമീറ്റർ ദൂരം 159.67 കോടി രൂപ മുടക്കിയാണ് അതിൻ്റെ പണികളിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാലോട് ബ്രൈമൂർ റോഡ് 15 കിലോമീറ്റർ ദൂരം 49.69 കോടി രൂപ മുടക്കി ആ പണിയും ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് കേരളത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വെഞ്ഞാറമൂട്ടിലെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപ മുടക്കിയാണ് ആ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മിതിർമലയ്ക്കും 3 കോടി രൂപ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഭരതന്നൂരിന് 3 കോടി, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലറയ്ക്ക് 3 കോടി, ഗവൺമെൻറ് UP സ്കൂൾ ആട്ടുകാലിന് 1 കോടി, ഗവൺമെൻറ് LPS ആനാടിന് 1 കോടി, വാമനപുരം ചിറ്റാർ റോഡ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അതിന് യഥാർത്ഥത്തിൽ ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. പണികൾ പുരോഗമിക്കുന്നു. 35.75 കോടി രൂപ മുടക്കിയാണ് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലെത്തുന്നത്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ മറ്റു പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയാണ് ചെല്ലഞ്ചി പാലം. ചെല്ലഞ്ചി പാലം
കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അത് പൂർത്തീകരിച്ചു. അന്ന് നമ്മുടെ MLA തന്നെയായിരുന്നു ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി. ആ റോഡ്, ആ പാലം വരുമ്പോൾ അതിലൂടെ വാഹനം കടന്നു വരാൻ പോകുന്ന നിലയിലുള്ള അപ്രോച്ച് റോഡിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു. മുതുകുളം നന്ദിയോട് വരെ 13.45 കോടി രൂപ മുടക്കിയാണ് ആ റോഡിൻ്റെ പണി ഇപ്പോൾ വളരെ മികച്ച നിലയിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ചെറിയൊരു റോഡിൻ്റെ ഭാഗം ഇനി പൂർത്തീകരിക്കാനുണ്ട്. അതിന് ഇപ്പോൾ ബഡ്ജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയമായ റോഡാണ്. ആ റോഡിൻ്റെ ആ പാലത്തിൻ്റെ ഉദ്ദേശം തന്നെ ശിവഗിരി എന്ന് പറയുന്ന ആത്മീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പൊന്മുടി ടൂറിസത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പാക്കേജായിട്ടാണ് കിബിയിലൂടെ പദ്ധതി കൊണ്ടുവന്നത്. വളരെ ശ്രദ്ധേയമായ പദ്ധതിയാണ് ഈ നന്ദിയോട് മുതുവിള ചെല്ലഞ്ചി കൊടവനാട് നന്ദിയോട് റോഡ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ ഏറ്റവും ചിരകാല സ്വപ്നമായിരുന്നു വെഞ്ഞാറമൂട് മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വെഞ്ഞാറമൂട് ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി 28 കോടി രൂപയാണ് കിബിയിൽ നിന്ന് അനുവദിച്ചത്. അതിൻ്റെ പണികൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വെഞ്ഞാറമൂട് റിംഗ് റോഡിന് വേണ്ടിയും 39.63 കോടിയിലൂടെ അനുവദിച്ചു. അതിൻ്റെ വർക്കുകളും ആരംഭിച്ചിരിക്കുകയാണ്. കല്ലറയിൽ ഹൈടെക് നിലവാരത്തിലുള്ള ഒരു ഫിഷ് മാർക്കറ്റിന് വേണ്ടി 4.25 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നു. പാലോട് PHSC ഐസൊലേഷൻ വാർഡിന് വേണ്ടി 1.69 കോടി രൂപയാണ് അനുവദിച്ച് അതിൻ്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞത്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള വലിയ തരത്തിൽ ഉള്ള പ്രഖ്യാപനവും അതിൻ്റെ പ്രവർത്തനവും നടന്നു വരികയാണ്. കല്ലറ പാങ്ങോട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 5 കോടി രൂപ കിബിയിൽ നിന്ന് അനുവദിച്ചു. മിതിർമല ഗേൾസ് നമ്മളെ പ്രദേശത്തൊരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മിതിർമല. ആ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി 1.10 കോടി രൂപ മുടക്കി പണികൾ ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജവഹർ കോളനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജവഹർ കോളനിക്ക് വേണ്ടി 1.30 രൂപയുടെ വർക്കുകളാണ് ആ നിലയ്ക്ക് പുരോഗമിക്കുന്നത്. അങ്ങനെ ചുരുക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ കിബിയിൽ നിന്ന് മാത്രം 443.97 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ നടന്നത്. ഇതിന് പുറമെയാണ് MLAയുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നെല്ലാം കൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് കിബി എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായമാറ്റ പദ്ധതി എന്ന് മാത്രമല്ല, നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് നേരിട്ട് അനുഭവേദ്യമായ ഒരു പദ്ധതിയായിട്ട് ഈ പദ്ധതി മാറിക്കൊണ്ടിരിക്കുകയാണ്. വികസന തുടർച്ച ഇനി യാത്ര ചെയ്യുന്നത് വിജ്ഞാനവും സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന തലസ്ഥാന നഗരിയുടെ വളർച്ചയ്ക്ക് ഊർജം പകരുന്ന കഴക്കൂട്ടം മണ്ഡലത്തിലൂടെയാണ്. കേരളത്തിന്റെ IT ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മണ്ഡലം കഴിഞ്ഞ 10 വർഷമായി വികസനത്തിന്റെ പുതിയ കുതിപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. കേരള സർക്കാരിന്റെ ഇച്ഛാശക്തി കഴക്കൂട്ടത്തിന്റെ സമഗ്ര മുന്നേറ്റത്തിനാണ് കരുത്തേകിയത്. തലസ്ഥാന നഗരിയുടെ ഗതാഗത കുരുക്ക് മാറ്റിയ വിവിധയിനം പദ്ധതികൾ, ജലഗതാഗത പദ്ധതികൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം എന്നിങ്ങനെ എല്ലാ മേഖലയെയും മുന്നോട്ട് നയിച്ച വികസന പദ്ധതികൾക്കും നാട് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വികസനത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാർ ഒന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അടിസ്ഥാന വികസന മേഖലയിലും
ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ സർക്കാർ കിഫ്ബി എന്ന പദ്ധതിയെ സമീപിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ നാം കാണുന്ന കേരളത്തിലെ 140 മണ്ഡലങ്ങൾക്കകത്തും സർക്കാർ സ്കൂളുകൾ 2016 മുമ്പ് എന്ത് ശോചനീയമായിരുന്നോ ഇന്നത്തെ ആ സ്കൂളുകളുടെ അവസ്ഥ തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ കഴിയും. അന്തർദേശീയ നിലവാരമുള്ള സർക്കാർ സ്കൂളുകൾ, ആ സ്കൂളുകളിലേക്ക് നമ്മൾ ഒരു കണ്ണോട്ടിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എൻ്റെ വാർഡിൽ തന്നെ കഴക്കൂട്ടം വാർഡ് 2016 എന്തായിരുന്നു ആ വാർഡിൻ്റെ അവസ്ഥ. കഴക്കൂട്ടം സ്കൂള് ഇന്ന് കാണുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു കെട്ടിട സമുച്ചയമാണ് ആ സ്കൂളിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരടക്കം സ്കൂളിനെ വീക്ഷിക്കുന്നത്. ആ സ്കൂളിനകത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ കെട്ടിട സമുച്ചയങ്ങളടക്കം AC ക്ലാസ് റൂമുകൾ, അന്തർദേശീയ നിലവാരമുള്ള പ്രൊജക്ടറുകളും അതുപോലെ തന്നെ കസേരകളും അടക്കം ഇൻഡോർ സ്റ്റേഡിയം, ഇതെല്ലാം ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ കഴക്കൂട്ടം വാർഡ് അല്ലെങ്കിൽ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ, കഴക്കൂട്ടത്തെ MLA ആയിട്ടുള്ള ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയും ഇപ്പോൾ കഴക്കൂട്ടത്തെ MLAയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിനകത്ത് 140 മണ്ഡലങ്ങളിലും സർക്കാർ സ്കൂളുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ദേശീയ അന്തർദേശീയ നിലവാരമുള്ള ക്ലാസ് മുറികളായി സ്കൂളുകൾ മാറുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ആരോഗ്യ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ വാർഡിന് അടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ഡലത്തിനകത്താണ് പാങ്ങപ്പാറ ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിനകത്ത് 2016 നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു. എന്നാൽ ഇന്ന് ബഹുനില കെട്ടിടങ്ങൾ ഉയരുകയും അവിടെ സാധാരണ ഹെൽത്ത് സെൻ്ററായിരുന്നത് ഇന്ന് ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് സെൻ്ററായി മാറുകയും കിടത്തി ചികിത്സ അടക്കം നടത്തുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനകത്ത് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക, നാളെ ഇതുവരെ ആരാധനാലയങ്ങൾക്ക് ഇത്രയധികം പൈസ കൊടുത്ത ഒരു സർക്കാർ, അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർക്ക് സഞ്ചരിക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടത്താവളം 11 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് അതിമനോഹരമായ ഒരു ഇടത്താവളം. ആ ഇടത്താവളം കഴക്കൂട്ട നിവാസികൾക്ക് മാത്രമല്ല, കഴക്കൂട്ടത്തെ പ്രാന്തപ്രദേശങ്ങളിൽ അടക്കമുള്ളവർക്ക് അവരുടെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ കല്യാണം, അവരുടെ എല്ലാ സന്തോഷങ്ങളിലും പങ്കുചേരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇന്നത്തെ പുതിയ കാലഘട്ടത്തിനകത്ത് ഒരു ഓഡിറ്റോറിയം പോയി നാം വാടകയ്ക്കെടുത്താൽ ലക്ഷങ്ങൾ കൊടുക്കണമെങ്കിൽ ചെറിയ തുച്ഛമായ ചിലവിൽ അതിൻ്റെ ആ ഉപയോഗം നടത്താൻ കഴിയുന്ന, സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ സമസ്ത മേഖലക്കകത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കിഫ്ബി എന്ന പദ്ധതി നടപ്പാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ അതുപയോഗിച്ച് വികസനം നടപ്പാക്കിയത് കൊണ്ട് ഒരു എല്ലാ വികസനത്തിൻ്റെ നാനാതുറകളിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അതാണ് കഴക്കൂട്ടം വാർഡിനകത്ത് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് പില്ലാട്ടുകരിയിൽ അമ്യൂണിറ്റി സെൻറ്റർ, ഇതെല്ലാം ഈ കിഫ്ബിയുടെ ഭാഗമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞതാണ്. ഒന്നാമത്തെ ഗവൺമെൻറ്റും രണ്ടാമത്തെ ഗവൺമെൻറ്റും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം ബഹുഭൂരിപക്ഷവും കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കുന്നത് കൊണ്ടാണ് കോടികൾ ചിലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവുമില്ലാത്തത്. മറ്റത് ഒരു MLAക്ക് ചിലവഴിക്കാൻ കഴിയുന്ന തുക അല്ലെങ്കിൽ ഒരു വാർഡിൽ ചിലവഴിക്കാൻ കഴിയുന്ന തുക അതൊക്കെ തുലവും തുച്ഛവുമായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കാശിന് ഒരു പരിഗണനയും കൊടുക്കാതെ വികസനത്തിന് പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ ഈ 2 ഘട്ടങ്ങളിലും മുന്നോട്ട് പോകുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി ഈ കടമെടുക്കുന്ന പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ദിശാബോധത്തോടു കൂടിയാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത്. വെറുതെ കടം വാങ്ങുന്നതല്ല. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടമടക്കം വലിയ കടക്കണിയിലേക്ക് പോകുമ്പോൾ പോലും കേരളം നമുക്ക് തരാനുള്ള സാമ്പത്തികമായി നമ്മളെ സഹായിക്കേണ്ട തുകകൾ, നമ്മുടെ ആളോഹരി വിഹിതം പോലും തരാതിരിക്കുക, നമ്മുടെ വികസനങ്ങളെ ആകെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് പോവുക, ഇതെല്ലാം ചെയ്യുമ്പോഴും ബദൽ ഉയർത്തിക്കൊണ്ട് കേരളം മുന്നേറുകയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലേക്ക് സമസ്ത മേഖലകളിലേക്കും ഒരു വികസനത്തിൻ്റെ പന്താവ് തുറന്നുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ സർക്കാരിനെ എങ്ങനെയെല്ലാം
ശ്വാസം മുട്ടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ്. ആ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുന്ന ബജറ്റിലടക്കം കേരളത്തെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളടക്കം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ്. നമുക്ക് തരേണ്ട GST വിഹിതം ഇതൊന്നും തരാതെ കേരളത്തെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പോലും കേരളം അതൊന്നും ചെവിക്കൊള്ളാതെ കേരളത്തിൻ്റെ അശ്വമേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അശ്വമേധം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമതും ഒരു ഇടതുപക്ഷ സർക്കാർ, ഒരു വികസന സർക്കാർ കേരളത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളിലേക്കും ഡിജിറ്റൽ മേഖലയിലേക്ക് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പേപ്പർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേപ്പർ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണകൂടമായി നമ്മുടെ കേരളം മാറുകയാണ്. സംരംഭകരെ, സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ സ്ത്രീകളുടെ മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കുടുംബശ്രീ തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടിത രൂപമായി കുടുംബശ്രീകളെ മാറ്റിയത്. ഇതെല്ലാം ഇടത് സർക്കാരിൻ്റെ സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾ അടക്കം സാക്ഷാത്കരിക്കുന്നതിന് കിഫ്ബിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടിങ് നടത്തുന്നത് എല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സർക്കാരാണ് നിൽക്കുന്നത്. നിങ്ങൾ എടുത്തു നോക്കൂ, ഈ ഗവൺമെൻറ് അതിജീവിച്ച ഘട്ടങ്ങൾ. ഒന്നാമത്തെ പ്രളയം, രണ്ടാമത്തെ പ്രളയം, നിപ്പ, ഓഖി, അത് കഴിഞ്ഞിട്ട് ലോകത്തെ തന്നെ കീഴടക്കുന്ന തരത്തിലേക്കുള്ള കോവിഡ് മഹാമാരി. ഇതെല്ലാം കടന്നു വന്നപ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. അപ്പോഴെല്ലാം ഈ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അടക്കം നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടങ്ങൾ അടക്കം നയാ പൈസ സഹായിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേവല രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഭാഗമായ അല്ലെങ്കിൽ ഇടതുപക്ഷം ഉയർത്തുന്ന പുരോഗമനത്തിൻ്റെ അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ പക്ഷത്തെ തകർക്കുക, രാജ്യം ഭിന്നിപ്പിൻ്റെയും വർഗീയതയുടെയും കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഘട്ടത്തിലൂടെ ഈ കേരളത്തെയും എത്തിക്കാനുള്ള എല്ലാ വിപുലമായ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കേരളം രാജ്യത്തിനും ലോകത്തിനുമൊക്കെ അഭിമാനകരമായ എല്ലാ മേഖലകളിലേക്കും, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ തന്നെ ക്രമസമാധാന മേഖല, സമസ്ത മേഖലകളിലും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രകൃതിയെ തന്നെ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ തിരിച്ച് കൈമാറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പുഴകളും അരുവികളും എല്ലാം സംരക്ഷിക്കാൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഏറ്റവും ഈ കോവിഡ് കാലഘട്ടത്തിലടക്കം സകല ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കെല്ലാം ആഹാരം കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോയത്. അതുകൊണ്ട് ഈ പദ്ധതി, കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി ഈ നാടിൻ്റെ അഭിമാനകരമായ പദ്ധതിയാണ്. ഈ കേരളത്തിനകത്ത് ഇത്രയധികം വികസനങ്ങൾക്ക് നമുക്ക് പൈസ പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കാൻ കഴിഞ്ഞ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞത് ഈ പദ്ധതിയിലൂടെയാണ്. പൂർണ്ണമായും നമ്മുടെ ഖജനാവിൽ വരുന്ന കാശ് മാത്രമെടുത്താണ് നമ്മുടെ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതെങ്കിൽ 25 വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് ഇപ്പോൾ കേരളത്തിൽ 10 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു കരുത്തുറ്റ ഭരണകൂടം ഉള്ളതുകൊണ്ടാണ് ഈ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞത്. ഇനി വരുന്ന ഭരണകൂടങ്ങൾ എങ്ങനെയായിരിക്കണം ഈ തുക തിരിച്ചടക്കേണ്ടതെന്ന് അടക്കം കൃത്യമായി ബോധ്യപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. വികസന തുടർച്ച ഇനി യാത്ര ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരികവും വാണിജ്യപരവുമായ സ്ഥിരാകേന്ദ്രങ്ങളിലൊന്നായ തിരുവല്ല നിയോജക മണ്ഡലത്തിലൂടെയാണ്. തിരുവല്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കഴിഞ്ഞ 10 വർഷമായി സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ മണ്ഡലത്തിന്റെ നാനാദിക്കിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു നാടിന്റെ പുരോഗതി അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, ശുദ്ധജലം തുടങ്ങിയ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റത്തിനാണ് തിരുവല്ല സാക്ഷ്യം വഹിക്കുന്നത്. തിരുവല്ല മണ്ഡലത്തിന്റെ കൂടുതൽ വികസന വിശേഷങ്ങൾ MLA മാത്യു ടി തോമസിന്റെ വാക്കുകളിലൂടെ കേൾക്കാം. 2016 ശേഷം കേരളത്തിലുണ്ടായ അഭൂതപൂർവമായ വികസന പെരുമഴയുടെ ഭാഗമായി തിരുവല്ലയിലും നിരവധിയായ വികസന സംരംഭങ്ങൾക്ക് പങ്കാളിയാകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും
നിരവധിയായ പ്രോജക്റ്റുകൾ സമസ്ത മേഖലകളിലേക്കും നമുക്ക് ലഭ്യമായി. തകർന്നടിഞ്ഞു കിടക്കുകയായിരുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ സ്ഥാനത്ത് തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നൂതനമായ 7 നില കെട്ടിടം പണി പൂർത്തിയാക്കി. ബഹുമാനത്തെ മുഖ്യമന്ത്രി അത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. അതിനോടനുബന്ധിച്ച് തന്നെ പുതിയ ഒരു OP ബ്ലോക്കിന്റെ പണി 15 കോടി രൂപ ചെലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ജീർണിച്ച എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു മാറ്റി അവിടെ 43 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മരണമടക്കം എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. അർബൻ ആരോഗ്യ കേന്ദ്രങ്ങൾ നന്നായി കട്ടോട്ടും ടൗൺ ഭാഗത്തും നമുക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ. കണ്ണച്ച സ്കൂള് പുനരുദ്ധരിക്കാൻ കഴിഞ്ഞു. മുഗേടി സ്കൂളിൽ മെച്ചപ്പെട്ട സൗകര്യമായി. QIP സ്കൂളിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. പുറമറ്റം സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം നിർമ്മാണം കഴിഞ്ഞു. മറ്റൊരു കെട്ടിടത്തിന് പണി ആരംഭിക്കുന്നു. എഡ്യൂക്കേഷൻ കോംപ്ലക്സ് പണിയാൻ വേണ്ടി ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ച് അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്കൂളുകളിലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആരംഭിക്കുവാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. വില്ലേജ് ഓഫീസുകൾ പുത്തൂർ ഒഴികെ എല്ലാ സ്ഥലത്തും പുതിയ വില്ലേജ് ഓഫീസുകൾ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞു. പുത്തൂരിൽ സ്ഥലം കിട്ടാതെ വന്നതാണ് ഇപ്പോൾ മലങ്കര കത്തോലിക്ക സഭ സൗജന്യമായി സ്ഥലം നൽകിയിരിക്കുന്നു. അവിടെ വില്ലേജ് ഓഫീസ് പണിയാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് തന്നെ നീങ്ങുകയാണ്. കുടിവെള്ള പദ്ധതികൾ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയ ഒരു മണ്ഡലമാണ് തിരുവല്ല. നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ എന്നും ഉണ്ടായിരുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ സമയവും കുടിവെള്ളം കിട്ടുന്ന ഒരു പ്രദേശമായി നരണം, കളപ്പുറ, നെടുമ്പുറം, പെരീര പഞ്ചായത്തുകൾ മാറിയിരിക്കുക. ശാശ്വതമായി ആ മേഖലയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കുടിക്കീഴ് കുടിവെള്ള പദ്ധതിയിലൂടെ കഴിഞ്ഞു. തിരുവല്ല നഗരത്തിലെ ചങ്ങനാശ്ശേരി നഗരവും കൊണ്ട് ചേർത്ത് ഉണ്ടായിരുന്ന കുടിവെള്ള പദ്ധതി വിപുലീകരിക്കാൻ വേണ്ടി 58 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയതുകൊണ്ട് തിരുവല്ല നഗരസഭയിൽ ഇപ്പോൾ മുഴുവൻ സമയം കുടിവെള്ളം ലഭ്യമാകുന്ന സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതിൻ്റെ അകത്ത് ഏതാണ്ട് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് ഉയർത്തി. അതുപോലെ തന്നെ നമ്മുടെ നെടുമ്പുറം പഞ്ചായത്തിലും കുന്നന്താനം പഞ്ചായത്തിലുമെല്ലാം സ്റ്റേഡിയത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ പണം അനുവദിച്ചു. അതിൽ നെടുമ്പുറത്ത് 2 കോടി രൂപ മുടക്കിക്കൊണ്ട് നെടുമ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം MLA മുൻകൈയിൽ ഇപ്പൊ പൂർത്തീകരിച്ചു വരികയാണ്. ഇത് കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും നിരവധിയായിട്ടുള്ള ഗ്രാമീണ റോഡുകൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും ഈ നിയോജക മണ്ഡലത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം മാത്രമെടുത്താൽ ഏതാണ്ട് ഒരു 1750 കോടി രൂപയുടെ പണമാണ് കിഫ്ബിയിലൂടെയും മറ്റ് വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെയും ഈ നിയോജക മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷങ്ങളായുള്ള ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുമെന്നതിൽ സംശയമില്ല.